നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് വായ്പുണ്ണ് എങ്ങനെ മാറ്റാം. ഞാൻ 100% എങ്ങനെ മാറ്റാമെന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ സ്വല്പം സീരിയസ് ആണ്, നിങ്ങൾ ഡോക്ടറെ കാണണം. ഏതായാലും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ വായ്പുണ്ണിന് ഒരുപാട് മരുന്നൊക്കെ കിട്ടും മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ. ചിലർ പറയും മോര് കുടിച്ചാൽ മറിയുന്നത്. മോരൊന്നും കുടിച്ചാൽ വായ്പുണ്ണൊന്നും മാറുകയില്ല. ചില മരുന്നുകളൊക്കെ ഉപയോഗിച്ചാൽ 4 ദിവസം കൊണ്ട് മാറുമെന്ന് പറയും. വായ്പുണ്ണ് മരുന്ന് കഴിച്ചില്ലെങ്കിൽ 4 ദിവസം കൊണ്ട് അത് മാറും. അപ്പം പിന്നെ മരുന്ന് എന്തിനാണ് കഴിക്കുന്നത്? ഓക്കെ, നമ്മൾ വായ്പുണ്ണ് മാറാൻ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ടൂത്ത് ബ്രഷ് ഏതാണെന്ന് നോക്കണം. ബ്രഷ് ഒരിക്കലും നമ്മൾ ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങണം. ഒന്ന് കോൾഗേറ്റിൻ്റെ വാങ്ങാം. നിങ്ങൾ കോൾഗേറ്റിൻ്റെ വാങ്ങുമ്പോൾ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണം. ലോക്കൽ ഷോപ്പുകളിൽ നിന്നോ മറ്റു കടകളിൽ നിന്നൊന്നും വാങ്ങല്ല. കാരണം വ്യാജം വരാൻ സാധ്യതയുണ്ട്. വ്യാജം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ വായ്പുണ്ണ് വരും. ഇപ്പം നിങ്ങൾ കോൾഗേറ്റിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുക. 2, നിങ്ങൾ സെൻസോഡിൻ പേസ്റ്റ്, അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങണം. ഇത് 2 കൊണ്ട് മാറും. ഈ സെൻസോഡിൻ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഗുണങ്ങൾ പല്ലുവേദനയൊക്കെ മാറും. പല്ലിന് കേടുണ്ടെങ്കിൽ തന്നെ വേദന ഇല്ലാണ്ടിരിക്കും. ഗൾഫിലൊക്കെ മലയാളികളൊക്കെ സ്ഥിരം ഇതാണ് ഉപയോഗിക്കുന്നത്, സെൻസോഡിൻ ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെയൊക്കെ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പല്ലെടുക്കാനോ അടയ്ക്കാനൊക്കെ 1 മാസത്തെ സാലറി പോകുന്ന കേസാണ്. അപ്പോൾ അത് കൂടുതലും മലയാളികളെന്നല്ല, കൂടുതലും ആൾക്കാർ സെൻസോഡിനാണ് ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് 2ഉം ചെയ്തിട്ട് നിങ്ങൾ കോൾഗേറ്റിൻ്റെ ബ്രഷ് വാങ്ങുന്നു മെഡിക്കൽ സ്റ്റോറിൽ. 2 നിങ്ങൾ അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സെൻസോഡിൻ പേസ്റ്റ് വാങ്ങുന്നു. ഇത് 2ഉം ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൾസിൻ്റെ അസുഖം ഉണ്ടാവും. പൾസിൻ്റെ അസുഖം ഉള്ളവരാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. അതിനുള്ള ഗുളിക ഹിമാലയയുടെ ഉണ്ട്, അത് ഞാൻ പേര് മറന്നുപോയി, ഒരു മരുന്നുണ്ട്, അത് കഴിച്ചാൽ കുറയും. നിങ്ങൾക്കങ്ങനെ പൾസിൻ്റെ അസുഖം ഇല്ലാത്തവരാണെങ്കിൽ കുടൽ സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോഴാണ് ദഹന സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോഴും ഈ വായ്പുണ്ണ് വരാം. അപ്പം നിങ്ങൾ ഡോക്ടറെ കണ്ടേ പറ്റൂ. ഇത് 2ഉം ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. വയറ് സ്കാൻ ചെയ്യേണ്ടി വരും. ഏതായാലും നിങ്ങൾ ഡോക്ടറെ ഉടനെ കാണും. ഇത് 2ഉം ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ പലതും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഇത് 2ഉം ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല, ഡോക്ടറെ കാണുക തന്നെ ചെയ്യണം. ഓക്കെ.